തിരുവനന്തപുരം സിറ്റി ടൂർ വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ 4 വീഡിയോകൾ കാണാത്തവർ മുകളിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതുകൂടി കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. ഈ സീരീസിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ 1ാമത്തെ വീഡിയോയും മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഈ സീരീസിലെ മുഴുവൻ വീഡിയോയും കാണുന്നവർക്ക് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെപ്പറ്റിയും അതിൻ്റെ പരിസരങ്ങളിലുള്ള മറ്റ് സ്ഥലങ്ങളെപ്പറ്റിയും വ്യക്തമായ അറിവ് നേടാൻ കഴിയുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് യാത്ര തുടരാം. നമ്മൾ മൃഗശാലയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൃഗശാലയിൽ പ്രവേശിക്കാൻ മുതിർന്നവർക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കഴിഞ്ഞ എപ്പിസോഡിൽ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് തെറ്റായി പറഞ്ഞിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബാറ്ററി കാർ സൗകര്യമുണ്ട്. മൃഗശാലയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനാൽ ജീവനക്കാർ സന്ദർശകരെ ബാഗ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റിവിടൂ. പ്രവേശന കവാടത്തിനരികത്ത് തന്നെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ബാഗും മറ്റും സൂക്ഷിക്കേണ്ടവർക്ക് അതവിടെ വെക്കാം. നമ്മൾ മൃഗശാല കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അകത്ത് മറ്റൊരു ഗേറ്റ് കാണുന്നുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് പരിശോധിച്ച് സൂവിലേക്ക് കടത്തിവിടുന്നത്. ഗേറ്റിൻ്റെ വലതുവശത്തേക്ക് ഒരു പാത പോകുന്നുണ്ട്. അതാണ് ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലേക്കുള്ള വഴി. നമ്മൾ സൂവിൽ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ പോകുന്നുണ്ട്. ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ മൃഗശാലയുടെ ഒരു റൂട്ട് മാപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സൂവിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മൃഗശാലയുടെ അകം നിറയെ തണൽ മരങ്ങളാൽ സമൃദ്ധമാണ്. അതിനാൽ സന്ദർശകർ വെയിലേറ്റ് ക്ഷീണിക്കുമെന്നുള്ള പേടി വേണ്ട. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിലൊന്നാണ് തിരുവനന്തപുരം മൃഗശാല. 1830-1846 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതിതിരുനാൾ രാമവർമ്മയാണ് ഈ മൃഗശാല സ്ഥാപിച്ചത്. മൃഗശാലയിൽ അന്ന് ഭൂരിഭാഗം മൃഗങ്ങളെയും പാർപ്പിച്ചിരുന്നത് അക്കാലത്ത് നിലനിന്നിരുന്ന രീതി അനുസരിച്ച് ചെറിയ ഇരുമ്പ് കൂടുകൾക്കുള്ളിലായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ മൃഗശാലകളെക്കുറിച്ചുള്ള മനുഷ്യരുടെ സങ്കല്പങ്ങൾക്ക് മാറ്റം വരികയും കുറച്ചുകൂടി വിശാലമായ രീതിയിൽ കൂടുകൾ നിർമ്മിക്കുവാനും തുടങ്ങി. മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും ഈ സൂ മുഴുവനായി ഒന്ന് കണ്ടു തീർക്കാൻ. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ വിശദമായി കാണിക്കുന്നില്ല. ഏത് കാഴ്ചയും നേരിൽ കാണുന്നതിൻ്റെ സുഖം മൊബൈലിൻ്റെ കുഞ്ഞു ചതുരത്തിനുള്ളിൽ കാണുന്നതിന് കിട്ടില്ലല്ലോ. എങ്കിലും ഇവിടെ വരുമ്പോൾ എനിക്ക് കൗതുകത്തെക്കാളേറെ സങ്കടം തോന്നുന്ന ഒരാളെ പ്രത്യേകം കാണിക്കാം. ഇയാളാണത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന കുമാരനാശാൻ്റെ വരികൾ ഓർക്കുന്നത് ഇദ്ദേഹത്തെ പോലെ കൂട്ടിലകപ്പെട്ട ജീവികളെ കാണുമ്പോഴാണ്. നമ്മൾ എത്ര വലിയ കൂടും സൗകര്യങ്ങളും നൽകിയാലും ഒരു ജീവിക്ക് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നിനും നൽകാനാവില്ല. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവികളിലൊന്നാണ് കടുവ. അതുകൊണ്ടാണ് കടുവയുള്ള നാട് ഏറ്റവും നല്ല ഇക്കോസിസ്റ്റമായി കണക്കാക്കപ്പെടുന്നത്. ഒരു നാട്ടിൽ കടുവയ്ക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നാടിൻ്റെ പ്രകൃതി സന്തുലിതാവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ കണക്കനുസരിച്ച് 100 വർഷം മുമ്പ് ലോകത്തിലാകമാനം 1,00,000 കടുവകൾ ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ 4,000-ഓളം കടുവകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. മാത്രമല്ല ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുവശം കൂടിയുണ്ട്. അതും കൂടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. മൃഗശാലയിലുള്ള എല്ലാ മൃഗങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് ദ്രോഹിക്കുകയാണെന്ന് കരുതരുത്. ഇവയിൽ പലതും പ്രായം ചെന്നതും പരിക്കേറ്റവരുമൊക്കെയാണ്. അത്തരം ജീവികൾ ഇര പിടിക്കാനാവാതെ വരുമ്പോൾ ഗതികെട്ട് നാട്ടിലിറങ്ങി വല്ല ആടിനെയോ പശുവിനെയോ കൊല്ലുന്നതിലും ഭേദം ഇതുപോലെ കൂട്ടിലിടുന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക എന്ന മറ്റൊരു ദൗത്യം കൂടിയുണ്ട് മൃഗശാലകൾ. തിരുവനന്തപുരം മൃഗശാല ഇവിടെയുള്ള ജീവികളെ വളരെ നന്നായി സംരക്ഷിക്കുന്നുണ്ടെന്നുള്ളത് സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഇവിടെയുള്ള ജീവികളുടെ ഭക്ഷണക്രമം അഥവാ മെനു പറയാൻ പോയാൽ അതിന് തന്നെ ഒരു എപ്പിസോഡ് വേണ്ടി വരും. എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം നടത്താൻ ഒരു കണക്ക് പറയാം. ഇവിടുത്തെ മൃഗങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു മാസത്തെ ചിലവ് മാത്രം ഏകദേശം 30 ലക്ഷത്തിലധികം രൂപയാണ്. നമ്മൾ കഥ പറഞ്ഞ് സൂവിൻ്റെ എക്സിറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്.
ഇനി നമ്മൾ മൃഗശാല കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ശ്രീ ചിത്ര ആർട്ട് ഗാലറിയാണ് കാണാൻ പോകുന്നത്. മിക്കവരും ഇവിടെ വന്നിട്ട് അറിയാതെ മിസ് ചെയ്തു പോകുന്ന ഇടമാണ് ഈ ആർട്ട് ഗാലറി. സൂവിൽ ആദ്യം പോകുന്നവർ ക്ഷീണിച്ചായിരിക്കും മടങ്ങി വരുന്നത്. പിന്നെ അവിടെ പോകാനുള്ള മൂഡുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ആദ്യം ആർട്ട് ഗാലറി കണ്ടിട്ട് സൂ കാണുന്നതായിരിക്കും നല്ലത്. ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് 1935 ഈ ആർട്ട് ഗാലറി സ്ഥാപിക്കപ്പെട്ടത്. രാജാ രവിവർമ്മ, രവീന്ദ്രനാഥ് ടാഗോർ, നിക്കോളാസ് റേറിക് തുടങ്ങിയ മഹാരഥന്മാരുടെ ഏകദേശം 1000ഓളം പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗാലറിക്കകത്ത് ക്യാമറ അനുവദനീയമല്ല. വീഡിയോ ചെയ്യുന്ന ഇപ്പോൾ ഗാലറി റിപ്പയറിങ്ങിനും മറ്റുമായി അടച്ചിട്ടിരിക്കുകയാണ്. ഉടനെ പണി പൂർത്തിയാക്കി സന്ദർശകർക്ക് തുറന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആർട്ട് ഗാലറിയിൽ നിന്നിറങ്ങി മൃഗശാല കോമ്പൗണ്ടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. എക്സിറ്റ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ KTDCയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ 2 ഐസ്ക്രീം വാങ്ങി. ഇനി നമുക്ക് നടത്തം തുടരാം. ഇതാ ഈ കാണുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധി കളി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്തായി ആ കാണുന്നത് ഒരു 3D തിയേറ്ററാണ്. 30 രൂപയാണ് അവിടെ പ്രവേശിക്കുന്നതിനുള്ള എൻട്രി ഫീസ്. ഇനി നമുക്ക് അക്വേറിയത്തിലേക്ക് പോകാം. അക്വേറിയത്തിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് 20 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട. അക്വേറിയത്തിലേക്കുള്ള പ്രവേശന കവാടവും പരിസരവും നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. അകത്ത് നിരവധി മത്സ്യങ്ങളെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയം 1964 സ്ഥാപിക്കപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര കുതൂഹികൾക്കും വിലയേറിയ അറിവുകൾ പകർന്നു തരുന്ന ഈ മ്യൂസിയം എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം സന്ദർശിക്കുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്തരം കാഴ്ചകൾ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ലഭ്യമാകണമെന്നില്ല. ഇനി നമ്മൾ മ്യൂസിയത്തിൽ നിന്നിറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ശ്രീ ചിത്ര എൻക്ലേവിലേക്കാണ്. മ്യൂസിയം കോമ്പൗണ്ടിൻ്റെ മുഖ്യ കവാടത്തിൻ്റെ അരികത്താണ് ശ്രീ ചിത്ര എൻക്ലേവ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പെയിൻറ്റിങ്ങുകളും വസ്തുക്കളുമാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മ്യൂസിയം കോമ്പൗണ്ടിൻ്റെ പേരിന് കാരണമായ നേപ്പിയർ മ്യൂസിയം കാണാനാണ്. ആ മ്യൂസിയത്തിലേക്ക് നമ്മൾ പോകുന്നത് മ്യൂസിയം ഗാർഡനകത്തുള്ള റേഡിയോ പാർക്ക് വഴിയാണ്. റേഡിയോ പാർക്കിന് നടുവിലുള്ള ഈ മണ്ഡപത്തിൽ നിന്നും ആകാശവാണിയുടെ പ്രക്ഷേപണം നിരന്തരം കേൾക്കാൻ കഴിയുന്നതിനാലാണ് ഇതിനെ റേഡിയോ പാർക്കെന്ന് വിളിക്കുന്നത്. മണ്ഡപത്തിന് ചുറ്റും സന്ദർശകർക്കായി നിരവധി ചാരുബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരമായാൽ ഈ ബെഞ്ചുകൾ മുഴുവൻ ആളുകളെ കൊണ്ട് നിറയും. ഈ പാർക്കും മ്യൂസിയവുമൊക്കെ നിരവധി ചലച്ചിത്രങ്ങളുടെ രംഗങ്ങൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. 2 പ്രധാന ചിത്രങ്ങൾ പറയാം. ഒന്ന് 1988 റിലീസായ മനു അങ്കിൾ എന്ന ചിത്രമാണ്. ആ ചിത്രത്തിലുടനീളം ഈ മ്യൂസിയവും പരിസരവും ഒരു പ്രധാന ലൊക്കേഷനാണ്. രണ്ടാമത്തെ ചിത്രം 2011 റിലീസായ സോൾട്ട് ആൻഡ് പെപ്പറാണ്. അതിലെ അവസാന രംഗങ്ങൾ മുഴുവൻ ഇവിടെയാണ് ചിത്രീകരിച്ചത്. നമ്മൾ നടന്ന് മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1857 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇവിടെ ഒരു മ്യൂസിയത്തിനായി കെട്ടിടം പണിതത്. എന്നാൽ 1874 ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആ കെട്ടിടം പൊളിക്കുകയും ഇന്ന് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ അടിത്തറ പണിയുകയും ചെയ്തു. റോബർട്ട് ചിസം എന്ന ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തത്. 1880 പണി പൂർത്തിയാക്കി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ഫ്രാൻസിസ് നേപ്പിയറിൻ്റെ പേര് മ്യൂസിയത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം ചിത്രീകരിക്കാൻ അനുമതിയില്ല. ഇനി നിർബന്ധമായും കാണണമെന്നുള്ളവർക്ക് മുമ്പ് പറഞ്ഞ മനു അങ്കിൾ എന്ന സിനിമ കണ്ടാൽ മതി. ഒരു കാര്യം പറയാതെ വയ്യ. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ട്. എങ്കിലും ആ മ്യൂസിയത്തിൽ കയറുന്നതിനോ അവിടുത്തെ
ഏറ്റവും മൂല്യമേറിയ വസ്തുക്കളിലൊന്നായ കോഹിനൂർ രത്നം പോലും ഫോട്ടോ എടുക്കാനോ നിയന്ത്രണമില്ല. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോലും കണ്ടു തീർക്കാനാവാത്ത ആ മ്യൂസിയത്തിൽ പ്രവേശനം സൗജന്യമാണെന്നതാണ്. എന്താല്ലേ? മ്യൂസിയം വളപ്പിൽ ഇനിയും കാഴ്ചകളുണ്ടെങ്കിലും അത് നമുക്ക് മറ്റൊരിക്കൽ കാണാം. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം. ഇതാണ് ഇവിടുത്തെ പ്രഭാത സായാഹ്ന നടത്തക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ മ്യൂസിയം വളപ്പിനെ ചുറ്റിയുള്ള നടപ്പാത. ഏകദേശം 700 മീറ്ററാണ് ഇതിൻ്റെ നീളം. നമ്മൾ നടന്ന് മ്യൂസിയത്തിൻ്റെ മുഖ്യ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മ്യൂസിയം വളപ്പിലേക്ക് വന്നത് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലെ കവാടം വഴിയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലമായ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് നീങ്ങാം. മ്യൂസിയത്തിൻ്റെ ഈ മുഖ്യ കവാടത്തിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമേ അവിടേക്കുള്ളൂ. നമുക്ക് നടത്തം തുടരുന്നതിനിടയിൽ ചില കാര്യങ്ങളും കൂടി പറയാം. മ്യൂസിയം കോമ്പൗണ്ടിന് മുന്നിലുള്ള ഈ ജംഗ്ഷൻ്റെ പേരാണ് മ്യൂസിയം ജംഗ്ഷൻ. വലതുവശത്ത് കാണുന്നതാണ് പാളയം വെള്ളയമ്പലം റോഡ്. നമ്മൾ ഈ റോഡിൻ്റെ അങ്ങേയറ്റത്തെ കവാടത്തിലൂടെയാണ് മ്യൂസിയത്തിൽ രാവിലെ കയറിയത്. നമ്മൾ അവസാനം നടന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ വളപ്പിലെത്തിയിരിക്കുകയാണ്. കൊട്ടാരവും മറ്റ് കാഴ്ചകളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.